friends, welcome to English Mitra. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന 50 ഇംഗ്ലീഷ് സെന്റൻസസ് ആണ്. ഓക്കെ, 50 വളരെ സിമ്പിൾ നമ്മൾ സ്ഥിരമായിട്ട് മലയാളത്തിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസസ് ഞാൻ സെലക്ട് ചെയ്തിട്ട് അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താണ് ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സോ നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാവുന്ന ഒരു സെന്റൻസ് ആണ്. എന്തുണ്ട് വിശേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കാനായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേസ് എന്താണ്? അത് നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേസാണ് ഹൗ ആർ യു. അതായത് നമ്മൾ മലയാളത്തിൽ എങ്ങനെയുണ്ട്, എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ ഹൗ ആർ യു എന്ന് ചോദിക്കാം. അപ്പോൾ അതിന് മറുപടി നമ്മൾ എന്താണ് പറയുന്നത്? നമുക്ക് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടിരിക്കുന്നു എന്ന് പറയണം. നന്നായിട്ടിരിക്കുന്നു ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഐ ആം ഡൂയിങ് ഗുഡ്. ഓക്കെ, ഐ ആം ഡൂയിങ് ഗുഡ് എന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. കുഴപ്പമൊന്നുമില്ല എന്ന് പറയണമെങ്കിലോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഐ എം ഫൈൻ എന്ന് പറയാം. ഐ എം ഫൈൻ എന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് അർത്ഥം. ഇനി ഞാൻ ഓക്കെ ആണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെ ആണ് എന്നെങ്ങനെ പറയും? ഐ എം ഓക്കെ എന്നും പറയാം, അല്ലെങ്കിൽ ഐ എം ഓൾ റൈറ്റ് എന്നും പറയാം. ഓക്കെ, ഇനി ഇതേ ചോദ്യത്തിന് വേറൊരു രീതിയിൽ നമുക്ക് മറുപടി പറയാം. ഞാൻ ഓക്കെ അല്ല. ഓക്കെ, ഞാൻ ഓക്കെ അല്ല, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഞാൻ അത്ര സുഖത്തിലല്ല. ഇതൊക്കെ നമുക്ക് എങ്ങനെ പറയാം? ഇതൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം. ഐ എം നോട്ട് ഓക്കെ എന്ന് വെച്ചാൽ ഞാൻ അത്ര സുഖത്തിലല്ല, ഞാൻ ഓക്കെ അല്ല എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് പറയാം. ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ് എന്ന് വെച്ചാൽ എനിക്കത്ര സുഖമില്ല, ചിലപ്പോൾ വയ്യാതിരിക്കുകയായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുമായിരിക്കാം, എന്തായാലും എനിക്കത്ര സുഖമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ എം നോട്ട് ഓക്കെ അല്ലെങ്കിൽ ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ് എന്നുള്ള ഫ്രേസും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരാളോട് പറയണം, നമുക്കൊരാളോട് ക്ഷമ ചോദിക്കണം. നമുക്ക് എങ്ങനെ ചോദിക്കാം? നമുക്ക് രണ്ട് രീതി ചോദിക്കാം. ഐ എം സോറി എന്ന് പറയാം. വളരെ സിമ്പിളായിട്ട് ഐ എം സോറി എന്ന് പറയാം. എന്ന് വെച്ചാൽ എന്നോട് ക്ഷമിക്കണം എന്നാണ്, ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലെങ്കിൽ പ്ലീസ് ഫോർഗീവ് മീ എന്നും പറയാം. പ്ലീസ് ഫോർഗീവ് മീ എന്ന് പറഞ്ഞാലും എന്നോട് ക്ഷമിക്കണം എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. ഓക്കെ, ഇനി ഇതേ സോറി ഒരാൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ അവർക്ക് നിങ്ങൾ എന്ത് മറുപടി കൊടുക്കും? കുഴപ്പമില്ല, സാരമില്ല എന്ന് പറയാം അല്ലേ? അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിൽ ഇറ്റ്സ് ഓൾ റൈറ്റ് എന്ന ഫ്രേസസ് യൂസ് ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിൽ ഇറ്റ്സ് ഓൾ റൈറ്റ് എന്നീ ഫ്രേസസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ചെന്നിട്ട് ചോദിക്കണം, ഇവിടെ എന്താ നടക്കുന്നത്, ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിക്കണം. അതിന് പകരമായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ എന്ത് ചോദിക്കാം? ഇവിടെ എന്താ നടക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ വാട്ട്സ് ഗോയിങ് ഓൺ എന്ന് ചോദിക്കാം. വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ എന്നും ചോദിക്കാം. ഇവിടെ എന്താണ് നടക്കുന്നത്? വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ. അല്ലെങ്കിൽ പൊതുവെ എന്താ നടക്കുന്നതെന്ന് ചോദിക്കാനാണെങ്കിൽ വാട്ട്സ് ഗോയിങ് ഓൺ എന്നും ചോദിക്കാം. അടുത്ത ഫ്രേസാണ് എനിക്ക് നിന്നെ നന്നായി അറിയാം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? നമുക്ക് ഐ നോ യു വെരി വെൽ എന്ന് പറയാം. എനിക്ക് നിന്നെ നന്നായി അറിയാം, ഐ നോ യു വെരി വെൽ. ഇതേ സെൻറ്റൻസിൽ ഐയും യുവും മാറ്റി മാറ്റിയൊക്കെ അതിന് പകരമായിട്ട് നമുക്ക് ഹീ, ഷീ, ഹർ, ഹിം എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സെൻറ്റൻസ് പല രീതിയിൽ പറയാൻ പറ്റും. എനിക്ക് നിന്നെ നന്നായി അറിയാം എന്നുള്ളതിന് ഐ നോ യു വെരി വെൽ എന്നാണ്. അപ്പോൾ അവനെ നന്നായി അറിയാം എന്നാണെങ്കിലോ, അവന് വേറൊരവനെ നന്നായി അറിയാമെന്നാണ് പറയുന്നുണ്ടെങ്കിലോ, അപ്പോൾ ആ കേസിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഹീ നോസ് ഹിം വെരി വെൽ. ഓക്കെ, ഇനി അല്ലെങ്കിൽ നമുക്ക് പേരും പറയാം, ഹീ നോസ് രാഹുൽ വെരി വെൽ. അതിൻ്റെ അർത്ഥം എന്താണ്? അവന് രാഹുലിനെ നന്നായിട്ട് അറിയാം. ഇനി അവന് അവളെ നന്നായിട്ട് അറിയാം എന്നാണെങ്കിലോ, അങ്ങനെയാണ് പറയണ്ടെങ്കിലോ, ഹീ നോസ് ഹർ വെരി വെൽ. ഈ ഒരു ഫ്രേസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിലെ പ്രോനൗൺസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കഴിഞ്ഞാൽ, അതായത് ഹീയും, ഷീയും, ഐയും, യുവും, ഹിമ്മും, ഹറും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ അർത്ഥം വരുന്ന പല സെൻറ്റൻസസ് പറയാൻ സാധിക്കും. അടുത്തൊരു ഫ്രേസ് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്, പൊതുവേ പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്. ഇതിപ്പം ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നിന്ന് ഞാൻ എടുത്ത് പറയല്ല, പൊതുവേ പറയാണ് സെൻറ്റൻസ് ആണ്. നിനക്ക് എവിടെ നിന്നാണ് എൻ്റെ നമ്പർ കിട്ടിയത്? ഓക്കെ, നിനക്ക് എവിടെ നിന്നാണ് എൻ്റെ നമ്പർ കിട്ടിയത്? ഈ ചോദ്യം നമുക്ക് എങ്ങനെ ചോദിക്കാം? നിനക്ക് എവിടെ നിന്നാണ് എൻ്റെ നമ്പർ കിട്ടിയത്? വേർ ഡിഡ് യു ഗെറ്റ് മൈ നമ്പർ ഫ്രം? വേർ ഡിഡ് യു ഗെറ്റ് മൈ നമ്പർ ഫ്രം? ഇതേ സെൻറ്റൻസ് നമുക്ക് പല രീതിയിൽ ചോദിക്കാം. നിനക്ക് എവിടെ നിന്നാണ് ഈ ഫോൺ കിട്ടിയത്? ഇതെങ്ങനെ ചോദിക്കാം? വേർ ഡിഡ് യു ഗെറ്റ് ദിസ് ഫോൺ ഫ്രം? അതുപോലെ തന്നെ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിനക്ക് എവിടെ നിന്നാണ് ഈ ഡ്രസ്സ് കിട്ടിയത്? വേർ ഡിഡ് യു ഗെറ്റ് ദിസ് ഡ്രസ് ഫ്രം? അപ്പം ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഇതിലെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പല സെൻറ്റൻസസ് ഉണ്ടാക്കാൻ പറ്റും. ഇനി അടുത്ത ഫ്രേസ് എന്ന് പറയുന്നത് റാൻഡം ആയിട്ടുള്ള ഒരു ഫ്രേസ് ആണ്. ഇതിലെന്താണ് ഇത്ര ദേഷ്യപ്പെടാനുള്ളത്? ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? വാട്ട്സ് ദെയർ ടു ഗെറ്റ് ആംഗ്രി? വാട്ട്സ് ദെയർ ടു ഗെറ്റ് ആംഗ്രി? ഇതിലെന്താണ് ഇത്ര ദേഷ്യപ്പെടാനുള്ളത്? ഇനി വേറൊരു ഫ്രേസ് പറയാം, ഞാൻ നിന്നെ രാവിലെ തൊട്ട് വിളിക്കുകയാണ്.
ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ഇത് നിന്ന് നമുക്ക് കാഷ്വൽ കോൺവെർസേഷനിൽ ആവശ്യം വരുന്ന ഒരു സെൻറ്റൻസ് തന്നെയാണ് അല്ലേ? ഞാൻ നിന്നെ രാവിലെ തൊട്ട് വിളിക്കുകയാണ്. അപ്പോൾ അതിന് നമുക്ക് ഐ ഹവ് ബീൻ ട്രൈങ് ടു കോൾ യു സിൻസ് ദ മോർണിംഗ്. ഓക്കെ, ഐ ഹവ് ബീൻ ട്രൈങ് ടു കോൾ യു സിൻസ് ദ മോർണിംഗ്. ഞാൻ നിന്നെ രാവിലെ തൊട്ട് വിളിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി അടുത്തൊരു ഫ്രേസ്, പക്ഷേ നീ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. പക്ഷേ നീ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇതെങ്ങനെ നമുക്ക് പറയാം? നമുക്കിങ്ങനെ പറയാം, ബട്ട് യു വെർ നോട്ട് പിക്കിംഗ് അപ്പ് ദ കോൾ. ബട്ട് യു വെർ നോട്ട് പിക്കിംഗ് അപ്പ് ദ കോൾ. പക്ഷേ നീ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ നല്ലതാണ്, ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത ഫ്രേസ് നമുക്ക് നോക്കാം. നിന്നെ കാത്തിരിപ്പിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, നിനക്ക് കാത്തിരിക്കേണ്ടി വന്നതിൽ ക്ഷമ ചോദിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ വരുന്നൊരു സെൻറ്റൻസ്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? നമുക്കിങ്ങനെ പറയാം, സോറി ടു ഹാവ് കെപ്റ്റ് യു വെയിറ്റിംഗ്. സോറി ടു ഹാവ് കെപ്റ്റ് യു വെയിറ്റിംഗ്. ഇതിൻ്റെ അർത്ഥം നിനക്ക് കാത്തിരിക്കേണ്ടി വന്നതിൽ അല്ലെങ്കിൽ നിന്നെ കാത്തിരിപ്പിച്ചതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഫ്രേസ് ആണ് ഇത് ശരിയല്ല. എന്തെങ്കിലും ഒരു കാര്യം ശരിയല്ല നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് തിങ് അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് റൈറ്റ് എന്ന് പറയാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ വിളിക്കാം. ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ വിളിക്കാം. I'll call you right now. I'll call you right now. ഇനി ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ തിരിച്ചു വിളിക്കാമെന്നാണെങ്കിലോ I'll call you back right now. ഇങ്ങനെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അടുത്ത ഫ്രേസ്, എനിക്കറിയില്ല നിങ്ങൾ എന്നെ എപ്പോഴാണ് വിളിച്ചതെന്ന്. എനിക്കറിയില്ല നിങ്ങൾ എന്നെ എപ്പോഴാണ് വിളിച്ചതെന്ന്. ഇതും നമുക്ക് കാഷ്വൽ കോൺവെർസേഷനിൽ വരാൻ സാധ്യതയായിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. ഇനി നമുക്കിങ്ങനെ പറയാം, ഐ ഡോണ്ട് നോ വെൻ യു കോൾഡ് മീ. എനിക്കറിയില്ല നിങ്ങൾ എന്നെ എപ്പോഴാണ് വിളിച്ചത്. ഐ ഡോണ്ട് നോ വെൻ യു കോൾഡ് മീ. അടുത്ത ഫ്രേസ്, വീണ്ടും വീണ്ടും വിളിക്കാതിരിക്കുക. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ഡോണ്ട് കോൾ മീ ഓവർ ആൻഡ് ഓവർ. ഡോണ്ട് കോൾ ഓവർ ആൻഡ് ഓവർ അല്ലെങ്കിൽ ഡോണ്ട് കോൾ മീ ഓവർ ആൻഡ് ഓവർ എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും എന്നെ വിളിക്കാതിരിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. ഇനി അടുത്തൊരു ഫ്രേസ് നോക്കാം. അവൻ അവൻ്റെ ഫോണിൽ മുഴുകിയിരിക്കുകയാണ്. അവൻ അവൻ്റെ ഫോണിൽ മുഴുകിയിരിക്കുകയാണ്. ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ഹീ ഈസ് എൻഗ്രോസ്ഡ് ഇൻ ഹിസ് ഫോൺ. ഹീ ഈസ് എൻഗ്രോസ്ഡ് ഇൻ ഹിസ് ഫോൺ. എൻഗ്രോസ്ഡ് എന്ന് വെച്ചാൽ മുഴുകിയിരിക്കുക അല്ലെങ്കിൽ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ ഒരു കാര്യത്തിൽ കൊടുക്കുക എന്നാണ് അർത്ഥം വരുന്നത്. അടുത്ത സെൻറ്റൻസ്, എനിക്ക് തല കറങ്ങുന്നു. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? എനിക്ക് തല കറങ്ങുന്നു. ഐ എം ഫീലിംഗ് ഡിസി. ഇനി എനിക്ക് ഉറക്കം വരുന്നു എന്നാണെങ്കിലോ ഐ എം ഫീലിംഗ് സ്ലീപ്പി എന്ന് പറയാം. ഞാൻ നടന്നാണ് വന്നത് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ഐ കെയിം ഓൺ ഫുട്ട് എന്ന് പറയാൻ പറ്റും. നമുക്ക് ഒരു പ്രവണതയുണ്ട് ഐ കെയിം ബൈ വാക്കിംഗ് എന്നൊക്കെ പറയാനായിട്ട്. അത് തെറ്റാണ്. ഐ കെയിം ഓൺ ഫുട്ട്. ഞാൻ നടന്നാണ് വന്നത്. കഥ കടയ്ക്കൂ എന്നെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ജസ്റ്റ് വെറുതെ കഥ കടയ്ക്കൂ എന്നാണെങ്കിൽ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? യു ക്യാൻ സേ ലോക്ക് ദ ഡോർ. ഓക്കെ, അല്ലെങ്കിൽ ക്ലോസ് ദ ഡോർ ബിഹൈൻഡ് യു. അതായത് നിങ്ങൾ അകത്തേക്ക് റൂമിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ പുറകെ കഥ കടച്ചേക്കൂ എന്നുള്ള അർത്ഥത്തിൽ ക്ലോസ് ദ ഡോർ ബിഹൈൻഡ് യു എന്ന് പറയാം. അല്ലെങ്കിൽ കഥക് കുറ്റിയിടുക അല്ലെങ്കിൽ കഥക് പൂട്ടുക എന്നുള്ള അർത്ഥത്തിൽ ലോക്ക് ദ ഡോർ എന്ന് പറയാം. ഇനി ഇതേ കാര്യം കുറച്ചുകൂടി പൊളൈറ്റായിട്ടും കുറച്ചുകൂടി മര്യാദയോടുകൂടി പറയണമെങ്കിൽ പ്ലീസ് ലോക്ക് ദ ഡോർ എന്ന് പറയാം. അല്ലെങ്കിൽ പ്ലീസ് ക്ലോസ് ദ ഡോർ ബിഹൈൻഡ് യു എന്നും പറയാം. ഇനി എന്തെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും വയ്ക്കാനായിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമുക്കിങ്ങനെ പറയാം, കീപ്പ് ഇറ്റ് ഹിയർ എന്ന് വെച്ചാൽ ഇത് ഇവിടെ വയ്ക്കൂ എന്നാണ്. ഇനി ഇത് അവിടെ വയ്ക്കൂ എന്നാണ് പറയുന്നതെങ്കിലോ, അതായത് നമ്മളുടെ അടുത്ത് നിന്ന് മാറി കുറച്ചുകൂടി ദൂരത്ത് അവിടെ വയ്ക്കൂ എന്ന് പറയണമെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? കീപ്പ് ഇറ്റ് ദെയർ എന്ന് പറയാം. കീപ്പ് ഇറ്റ് ഹിയർ ഇതിവിടെ വയ്ക്കൂ. കീപ്പ് ഇറ്റ് ദെയർ അത് അവിടെ വയ്ക്കൂ എന്നാണ് അർത്ഥം വരുന്നത്. അടുത്ത ഫ്രേസ് എന്ന് പറയുന്നത് ആരെയെങ്കിലും അയക്കൂ. ഇപ്പം എന്തെങ്കിലും ഒരു സാധനം നമുക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആരെയെങ്കിലും അയക്കൂ എന്ന് പറയില്ലേ? അതിന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്ന ഒരു ഫ്രേസാണ് സെൻഡ് സംവൺ. ഇനി കുറച്ചുകൂടി പൊളൈറ്റ് ആവണമെങ്കിൽ ഏതൊരു കാര്യത്തിലും നമുക്ക് കുറച്ചുകൂടി പൊളൈറ്റ് ആവണം, കുറച്ചുകൂടി മര്യാദയോടെ സംസാരിക്കണമെങ്കിൽ നമുക്ക് പ്ലീസ് യൂസ് ചെയ്യാവുന്നതാണ്. പ്ലീസ് സെൻഡ് സംവൺ. ദയവായി ആരെയെങ്കിലും അയക്കൂ. ഇനി എന്തെങ്കിലും ഒരു സാധനം എടുത്ത് താഴെ വയ്ക്കൂ എന്ന് പറയാനാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? എന്തെങ്കിലും ഒരു സാധനം മുകളിൽ നിന്നെടുത്ത് താഴെ വയ്ക്കൂ. അത് നമുക്ക് എങ്ങനെ പറയാം? ടേക്ക് ഇറ്റ് ഡൗൺ. അതായത് ഭിത്തിയിൽ എന്തെങ്കിലും ഒരു പടം വച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ക്ലോക്ക് വച്ചിട്ടുണ്ട്, അതെടുത്ത് താഴോട്ട് വയ്ക്കണമെങ്കിൽ നമുക്കൊരാളുടെ അടുത്ത് പറയാം ടേക്ക് ഇറ്റ് ഡൗൺ. അല്ലെങ്കിൽ ദയവായി അതൊന്നെടുത്ത് താഴേക്ക് വയ്ക്കൂ എന്നാണെങ്കിലോ പ്ലീസ് ടേക്ക് ഇറ്റ് ഡൗൺ എന്ന് പറയാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ മുകളിൽ എവിടെയെങ്കിലും വച്ചേക്കാണെങ്കിൽ അത് താഴെ ഇറക്കാനും ടേക്ക് ഇറ്റ് ഡൗൺ എന്നാണ് പറയുന്നത്. അടുത്ത ഫ്രേസാണ് ഏതാണ് എടുക്കേണ്ടത്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഏതാണ് എടുക്കേണ്ടത്. ഇത് നമുക്ക് ഇംഗ്ലീഷിൽ വിച്ച് വൺ ടു ടേക്ക് എന്ന് പറയാം. വിച്ച് വൺ ടു ടേക്ക് എന്ന് വെച്ചാൽ ഏതാണ് എടുക്കേണ്ടത്. ഇനി നേരത്തെ എണീക്കൂ. ഈ സെൻറ്റൻസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നേരത്തെ എണീക്കൂ. വേക്ക് അപ്പ് ഏർലി.
നേരത്തെ എണീക്കൂ, വേക്ക് അപ്പ് ഏർലി. വേക്ക് അപ്പ് ഏർലിയർ എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അത് തെറ്റാണ്. വേക്ക് അപ്പ് ഏർലി. കുറച്ചുകൂടി പൊളൈറ്റ് ആയിട്ട് പറയണമെങ്കിൽ പ്ലീസ് ആഡ് ചെയ്താൽ മതി. അടുത്ത ഫ്രേസ് നോക്കാം. നിങ്ങൾ ഇപ്പോൾ തന്നെ പോകണം. നിങ്ങൾ ഇപ്പോൾ തന്നെ പോകണം. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ കഴിയും? നിങ്ങൾ ഇപ്പോൾ തന്നെ പോകണം എന്നുള്ളത് നമുക്ക് ഇംഗ്ലീഷിൽ യു ഷുഡ് ഗോ റൈറ്റ് നൗ. നിങ്ങൾ ഇപ്പോൾ തന്നെ പോകണം, അല്ലെങ്കിൽ യു ഷുഡ് ഗോ നൗ എന്ന് പറഞ്ഞാലും മതി. അടുത്ത ഫ്രേസാണ് എനിക്കിത് ഓർമ്മയുണ്ട്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഐ റിമെമ്പർ ദിസ്. എനിക്ക് അത് ഓർമ്മയുണ്ടെന്ന് എങ്ങനെ പറയും? ഐ റിമെമ്പർ ദാറ്റ്. എനിക്ക് അവനെ ഓർമ്മയുണ്ട്. ഐ റിമെമ്പർ ഹിം. അപ്പോൾ ഈ ഒരു ഐ റിമെമ്പർ എന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഫ്രേസാണ്. അപ്പോൾ ഈ ഫ്രേസ് വെച്ചിട്ട് നിങ്ങൾ എന്താണോ ഓർമ്മിക്കുന്നത് ആ ഒബ്ജക്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് ഓർമ്മയുണ്ട്, ഐ റിമെമ്പർ. എനിക്കത് ഓർമ്മയുണ്ട്, ഐ റിമെമ്പർ ദാറ്റ്. എനിക്കിത് ഓർമ്മയുണ്ട്, ഐ റിമെമ്പർ ദിസ്. അങ്ങനെ നിങ്ങൾക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാവുന്നതാണ്. അവൾ നന്നായി പാടും. ഈ സെൻറ്റൻസ് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? പലർക്കും പറ്റുന്നൊരു മിസ്റ്റേക്കാണ് ഷീ സിങ്സ് ഗുഡ്, ഷീ സിങ്സ് വെരി ഗുഡ് എന്നൊക്കെ പറയുക എന്നുള്ളത്. അത് തെറ്റാണ്. നമ്മൾ അങ്ങനെ പറയില്ല. ഷീ സിങ്സ് വെൽ അല്ലെങ്കിൽ ഷീ സിങ്സ് റിയലി വെൽ എന്നേ പറയുള്ളൂ. ഇതിപ്പോൾ ഏത് കാര്യവും നന്നായി ചെയ്യുന്നു എന്ന് പറയാനായിട്ട് ഈ ഒരു ഫോമാറ്റാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇപ്പോൾ വേറൊരു ഉദാഹരണം നമ്മൾ എടുക്കുകയാണെങ്കിൽ അവൻ നന്നായി പഠിക്കും എന്നുള്ളത് ഹീ സ്റ്റഡീസ് വെൽ അല്ലെങ്കിൽ ഹീ സ്റ്റഡീസ് റിയലി വെൽ എന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അടുത്ത ഫ്രേസ് നമുക്ക് നോക്കാം. ഞാൻ ഇപ്പോൾ തന്നെ തിരിച്ചു വരും. ഞാൻ അല്പം കഴിഞ്ഞ് തിരിച്ചു വരും, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ തിരിച്ചു വരും എന്നെങ്ങനെ പറയാം? ഐ വിൽ ബി ബാക്ക് ഷോർട്ട്ലി. ഐ വിൽ ബി ബാക്ക് ഷോർട്ട്ലി എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ തന്നെ തിരിച്ചു വരും എന്നാണ് അർത്ഥം വരുന്നത്. ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരുന്നത് റാൻഡം ആയിട്ടുള്ള കുറേ മലയാളം സെൻറ്റൻസസ് എടുത്തിട്ട് അതിൻ്റെ ഇംഗ്ലീഷാണ് പറഞ്ഞു തരുന്നത്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി കോൺവെർസേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസസ്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെയല്ല പഠിക്കേണ്ടത്. കറക്റ്റ് പ്രോപ്പർ ഗ്രാമർ യൂസ് ചെയ്ത് എങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കണം എന്നുള്ളത് തൊട്ടാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രാമർ പ്ലേലിസ്റ്റ് കണ്ടു നോക്കാവുന്നതാണ്. ഗ്രാമർ റിലേറ്റഡ് വീഡിയോസ് കണ്ടു നോക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഇപ്പോൾ മേളിൽ വരും. ആ കാർഡിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിൽ പോയിട്ട് ഓരോ വീഡിയോസായിട്ട് കാണാവുന്നതാണ്. അടുത്ത ഫ്രേസാണ് നീ ഇത് തന്നെത്താനെ ചെയ്യൂ, അല്ലെങ്കിൽ നീ ഇത് തന്നെത്താനെ ചെയ്യുക. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ഈ തന്നെത്താനെ എന്നുള്ള വാക്കിന് എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, യു ഡു ഇറ്റ് യുവർ സെൽഫ്. എന്ന് വെച്ചാൽ നീ ഇത് തന്നെത്താനെ ചെയ്യുക. ഇനിയിപ്പോൾ ഞാനിത് തന്നെത്താനെ ചെയ്യാം എന്നാണ് പറയുന്നതെങ്കിലോ അതെങ്ങനെ പറയും? ഐ വിൽ ഡു ഇറ്റ് മൈ സെൽഫ്. ഓക്കെ, അപ്പം ഓരോ സബ്ജക്റ്റ് അനുസരിച്ച് ഈ തന്നെത്താനേൻ്റെ അർത്ഥം മാറും. ഇപ്പം ഞാൻ യു ആണ് സബ്ജക്റ്റ് എങ്കിൽ യു ഡു ഇറ്റ് യുവർ സെൽഫ് ആവും. ഞാനാണ് സബ്ജക്റ്റ്, ഐ ആണ് സബ്ജക്റ്റ് എങ്കിൽ ഐ വിൽ ഡു ഇറ്റ് മൈ സെൽഫ് ആകും. അവളാണ് സബ്ജക്റ്റ് എങ്കിൽ ഷീൽ ഡു ഇറ്റ് ഹർ സെൽഫ് ആവും. അവനാണെങ്കിൽ ഹീൽ ഡു ഇറ്റ് ഹിംസെൽഫ് ആകും. ദേ ആണെങ്കിൽ ദേ വിൽ ഡു ഇറ്റ് ദം സെൽസ് ആകും. അതുപോലെ തന്നെ വി ആണെങ്കിൽ വിൽ ഡു ഇറ്റ് ആർ സെൽസ് ആകും. അപ്പോൾ ഈ തന്നെത്താനെ എന്നുള്ള വാക്കിന് ഒരു അർത്ഥം ആയിട്ടില്ല. ഓരോ സബ്ജക്റ്റ് അനുസരിച്ച് അതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. അടുത്ത ഫ്രേസാണ് എനിക്ക് നിൻ്റെ സഹായം വേണം. എനിക്ക് നിൻ്റെ കുറച്ച് സഹായം വേണം. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ഐ നീഡ് എ ലിറ്റിൽ ഹെൽപ്പ്. എനിക്ക് നിൻ്റെ കുറച്ച് സഹായം വേണം. ഐ നീഡ് എ ലിറ്റിൽ ഹെൽപ്പ്. ഇനി ഇത് നിൻ്റെ കുറ്റമല്ല. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്. ഇത് അവൻ്റെ കുറ്റമല്ല എന്നാണെങ്കിലോ ഇറ്റ്സ് നോട്ട് ഹിസ് ഫോൾട്ട്. അപ്പം ഏതെങ്കിലും ഒരു സെൻറ്റൻസ് നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ പല പല പ്രോനൗൺസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് യൂസ് ചെയ്ത് പല പല സെൻറ്റൻസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നിൻ്റെ കുറ്റമല്ല എന്നുള്ളതിന് ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട് എന്ന് പറയാം. ഇത് അവൻ്റെ കുറ്റമല്ല, ഇറ്റ്സ് നോട്ട് ഹിസ് ഫോൾട്ട്. ഇത് എൻ്റെ കുറ്റമല്ല, ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്. അങ്ങനെ നിങ്ങൾക്ക് മാറി മാറി യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത ഫ്രേസ് ഞാൻ നാളെ വന്നോട്ടെ. ഇതെങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റും? ക്യാൻ ഐ കം ടുമോറോ? ഞാൻ നാളെ വന്നോട്ടെ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോട്ടെ എന്ന് നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ക്യാൻ ഐ എന്ന ഫ്രേസ് യൂസ് ചെയ്ത് ആ ചോദ്യം ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ നിന്നെ വിളിച്ചോട്ടെ, ക്യാൻ ഐ കോൾ യു? ഞാനൊന്ന് പറഞ്ഞോട്ടെ, ക്യാൻ ഐ ടെൽ സംതിങ്? അപ്പോൾ ക്യാൻ ഐ എന്ന് ചോദിക്കുന്നത് തന്നെ നമ്മൾ ഒരാളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോട്ടെ എന്നൊരു പെർമിഷൻ ചോദിക്കുമ്പോഴാണ് നമ്മൾ ഈ ഫ്രേസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്ത ഫ്രേസാണ് ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല. ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല. ഐ ഹാവൻ ടോൾഡ് ഇറ്റ് ടു എനി വൺ. ആരോടും പറഞ്ഞിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് എനി വൺ യൂസ് ചെയ്തിരിക്കുന്നത്. ഐ ഹാവൻ ടോൾഡ് ഇറ്റ് ടു എനി വൺ. ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഇത് പലപ്പോഴും നമുക്ക് എങ്ങനെ പറയണം എന്നൊരു കൺഫ്യൂഷനുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഐ എം ഓൺ മൈ വേ. ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഐ എം ഓൺ മൈ വേ. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് ഏകദേശം ഒരു 50 സെൻറ്റൻസസ് ആണ്. ഈ 50 സെൻറ്റൻസസും നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന റാൻഡം ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഇന്ന കാറ്റഗറിയിലുള്ള സെൻറ്റൻസ് അല്ല.
നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് ഗ്രാമർ ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഗ്രാമർ ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റിലോട്ട് പോകാം. കൃത്യമായിട്ട് എങ്ങനെ ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളത് തൊട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.